ഹായ് ഹലോ വെൽക്കം ടു മൈ ഓണം ഫസ്റ്റ് ഓണം വ്ളോഗ്. ആദ്യം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ലവേഴ്സിന് എല്ലാവർക്കും 1000 ഒന്നാം ഓണം ആശംസകൾ. സോ ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഞാനിങ്ങ് വന്നു. നമസ്കാരം, ഹാപ്പി ഓണം. ആക്ച്വലി ഓണം പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സോ എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഗെയിംസ് ഉള്ളൊരു പാക്കേജിലേക്കാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഉദയ് സൂട്ട്സിലാണ് ഞാൻ വന്ന പ്രോഗ്രാമിന്. ഇവരുടെ ശംഖുമുഖം ബ്രാഞ്ചിലാണ് ഞാൻ എത്തിയത്. സോ ഇതെൻ്റെ കാറിൻ്റെ നമ്പർ കാർഡ് തന്നതാണ് വാലറ്റ് പാർക്കിങ്ങിന് സെക്യൂരിറ്റി കൊണ്ടുപോയപ്പോൾ. സോ ഇതാണ് അതിൻ്റെ ഒരു റിസപ്ഷൻ കൗണ്ടറും കാര്യങ്ങളും. ഇങ്ങനെയുണ്ട് എൻ്റെ ഒന്നാം ഓണം ലുക്ക് ഡിയേഴ്സ്. ആക്ച്വലി ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ. ഞാനത് എന്ത് ചെയ്തു, കോപ്പിറൈറ്റ് വരുന്നുണ്ട് എടുത്ത് കളഞ്ഞതാണ് സാറ്. ഓണ പ്രോഗ്രാമിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡ്രിങ്ക് കൊണ്ടുവന്ന് തന്നു, വെൽക്കം ഡ്രിങ്ക്. അതാണ് ഞാൻ ഞം കുടിക്കുന്നത്. ഒരു ഫ്ലോറസെൻറ്റ് പച്ച നിറത്തിലുള്ള ഡ്രിങ്ക്. വെയിറ്റ് കഴിഞ്ഞു. അങ്ങനെ പുള്ളി നമ്മളെ ഗെയിംസിൻ്റെ സെഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ചു. സോ അവിടെ ചെന്നപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. അങ്ങോട്ട് പോകുന്നത് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ കൂടെ പാസ് ചെയ്താണ്. ഇതാണ് പക്ഷേ ചെറിയൊരു ഡെക്കറേഷൻ ഇവരുടെ. ആക്ച്വലി ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം അവിടുത്തെ സ്റ്റാഫാണ് ബ്ലാക്ക് അങ്ങോട്ട് ഫോൺ ചെയ്ത് പോകുന്നത് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷേ ഇവിടെയാണ് ഡിയർ ശരിക്കും ട്വിസ്റ്റ്. ഒരാളെ കൊണ്ട് ഇൻഡോർ ഗെയിംസ് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. 2 or 3 ആൾക്കാർ വേണം. സോ ഇവർ ആദ്യം ഫ്ലെക്സി പറയണമായിരുന്നു 2 or 3 വരെ ഉണ്ടെങ്കിലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അത് അവരുടെ ഒരു മിസ്റ്റേക്ക്. സോ ഞാൻ പിന്നെ ഗെയിംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഞാൻ സദ്യ സെഷനിലേക്ക് പോയി. അതാണല്ലോ ഇന്നത്തെ ഒരു പ്രാധാന്യമുള്ള സംഭവം, സദ്യ തിന്നാൻ പോകും. ഇതാണ് അവരുടെ സദ്യ വിളമ്പിയിരുന്ന ആ റെസ്റ്റോറൻറ്റ്. റിസപ്ഷന് കയറി പോകുന്നതിൻ്റെ അടുത്താണ്. ഒരു ഇലയിൽ എനിക്കും വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിലിരുന്നു. ഇല ഓൾറെഡി അവർ തൊട്ട് മുമ്പ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ചോറെത്തി, പരിപ്പെത്തി, നെയ്യും വന്നു. വന്നു നെയ്യ്. നെയ്യ് വന്നു. നമുക്കെല്ലാം കൂടെ ചേർത്തിട്ട് പിടിപ്പിക്കാം. പാട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തതാണ്, കോപ്പിറൈറ്റ് വരുന്നത്. ഇനി പരിപ്പും പപ്പടവും ഒക്കെ ഇട്ടൊരു പിടി അങ്ങ് പിടിച്ചാലോ. അത്യാവശ്യം സദ്യ ടേസ്റ്റ് ഉണ്ടായിരുന്നു. വരൂ കഴിക്കാം. ഞം. ബാക്കി സൈഡ് ഡിഷസ് പച്ചടി, തക്കാളി മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ വെള്ളം, കഴിഞ്ഞാലി വെള്ളം, സാമ്പാർ വന്നു കൊടുത്തത്. സാമ്പാറുമായിട്ട് കഴിക്കുന്നത് രംഗത്തിലേക്ക് കടക്കാം. സാമ്പാർ ടേസ്റ്റിയാണ്. അവിയലുണ്ടായിരുന്നു, അതിൽ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അട വന്നു, അടപ്പായസം വന്നു. ഒരു പഴവും കൂട്ടി കഴിച്ചു. അത് കാണിച്ചപ്പോൾ പഴം എടുക്കുന്നുണ്ട്, ചെറുപഴം കൂട്ടി നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അഴിപ്പായസം, ഇതിപ്പോൾ അട തന്നെയാണ്. അടുത്തത് അഴിപ്പായസം കൊണ്ടുവന്നു. ഇതട തന്നെയാണ്. അടുത്ത അഴിപ്പായസം ഉണ്ട്, അതേ അടക്കണം. അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം ഇന്ന് സദ്യ തട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ബോളി വന്നു. ബോളിയും അഴിപ്പായസം, മറ്റേ അമ്പലപ്പുഴ പായസം. അങ്ങനെ ഞം തിന്നു ഞാൻ, രണ്ടും കൂടെ ചേർത്ത്. അടുത്ത സെറ്റ് ചോറും പുളിശ്ശേരിയും വന്നു. അത് ഞാൻ കഴിച്ചു. കഴിക്കുന്ന രംഗമാണ് കാണുന്നത്. ബാക്കി തൊടികറികൾ, അച്ചാർ, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ കിച്ചടി, സാധനങ്ങളൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പുറത്ത് കുറച്ച് ഐറ്റം ഉണ്ട്, അതിലേക്ക് വരാം. അങ്ങനെ വട തിന്നു ഞാൻ. പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, ചിപ്സ്, ശർക്കര വരട്ടി, അത് ഞാൻ തിന്നു അവസാനം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓണം 2026 സദ്യ ഓവർ. ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓണത്തിന് ഇത്രയും സദ്യ കഴിക്കാൻ പറ്റിയ ഞാനൊരു ഭാഗ്യവതിയാണ്. സോ ഇതാണ് അവരുടെ വാഷ്റൂം. അത്യാവശ്യം വൃത്തിയുണ്ട്. ടിഷ്യൂ പേപ്പർ വെൻഡിങ് മെഷീൻ, ആ സാധനം കൊണ്ട് എല്ലാം ഉണ്ട്. ക്ലോസറ്റ് ആണെങ്കിൽ അത്യാവശ്യം നീറ്റാണ്. ഫ്ലഷ് ടിഷ്യൂ പേപ്പർ എല്ലാം ഉണ്ട്. സോ ഞാനിനി
ബാത്റൂം ദർശിച്ചിട്ട് വരട്ടെ, മീൻസ് ടോയ്ലറ്റ്. സോ ഇപ്പോഴത്തെ മഴ കോഴിച്ചുഴിയുന്നത് അതുകൊണ്ട് കുട കൈ കഴുകണം. ഞാൻ ആ കാരണത്ത് തന്നെ ഇട്ടേനെ എൻ്റെ ഷടകത്തിൽ തന്നെ. അങ്ങനെ ഞാൻ കൈയൊക്കെ കഴുകി ഇവിടെ വന്നപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ആരുമില്ല. ഈ സദ്യ തന്ന ക്യാഷ് കൗണ്ടറിൽ എല്ലാവരും കൂടെ സദ്യ വിളമ്പാൻ വേണ്ടി എല്ലാവരും കൂടി ഓടിയേക്കുന്നു. അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കട്ട വെയിറ്റിംഗ്. അവസാനം ഞാൻ ഇപ്പുറത്ത് വന്ന് ക്യാഷ് കൗണ്ടർ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് ഞാൻ വന്നു, റൂം ചെക്ക് ഇൻ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഈ കുട്ടിയെടുത്ത് സ്റ്റാഫിൻ്റെ അടുത്ത്, ഇതാണ് സംഭവം, അവിടെ ആരും ഇല്ലല്ലോ കൗണ്ടറിൽ, എത്ര നേരം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. സംഭവം ഈ ഗെയിംസിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പണിയായിരുന്നു. നമ്മളിപ്പോൾ 2 ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബുക്കിംഗ് ഒക്കെ എടുത്ത് വന്നാൽ തന്നെ ഒരാളില്ലെങ്കിൽ അവിടെ ഇൻഡോർ ഗെയിംസും നടക്കൂല, ഉറിയിടും നടക്കൂല. കാരണം ഞാൻ വിചാരിച്ച ഒരു ഗെയിം ഓർഗനൈസേഷൻ അല്ല ഇവിടെ ഞാൻ വന്നപ്പോൾ എക്സ്പീരിയൻസ്. അത് ഞാൻ വേറൊരു വ്ളോഗിൽ പറഞ്ഞുതരാം. അങ്ങനെ ഒരു സദ്യയ്ക്ക് 1755 രൂപയാണ് അവർ മേടിച്ചത്. അത് ഞാൻ ഒരിടത്തും കണക്ക് പറയാത്തതാണ്. 1700 പ്ലസ് GST അത്രയും വന്നു. പക്ഷേ ഇവിടെ എനിക്ക് പറയേണ്ടി വന്നു. ഈ ബില്ല് തന്ന ഈ സ്റ്റാഫ് ഉണ്ടല്ലോ, പുള്ളിക്കാരിയായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ. ഒരു അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നേരത്തെ നിങ്ങൾ മുഖം കണ്ടു. അങ്ങനെ ഫുഡ് അടിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. എൻ്റെ ബാഗിൽ കൂടെ പോയതാണ് പ്രോഗ്രാം കോർഡിനേറ്റർ ആ പെങ്കൊച്ച്. സോ അടുത്തിന് നമ്മുടെ കാറ് സെക്യൂരിറ്റി കൊണ്ടുവരണം. ബാലറ്റ് കാർഡ് മേടിച്ചുകൊണ്ട് പോയിട്ട്, കാർ പാർക്കിംഗ് കാർഡ് മേടിച്ചിട്ട്. അങ്ങനെ അതിനുവേണ്ടി ഞാൻ കട്ട പോസ്റ്റായിട്ട് വെയിറ്റ് ചെയ്യണം. ഉദയ് സൂട്ടത്തിനോട് കണ്ടു ഒരു ശംഖ്, അവരുടെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ലക്ഷ്യം. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ വ്ളോഗ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ അടുത്തതിൽ പറയാം. താങ്ക് യു.